ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഉയർപ്പിൻ്റെ 4-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച ദിവസം തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തരുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് യോഹന്നാശ്ലീഹയുടെ സുവിശേഷം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഒരു സുവിശേഷ ഭാഗത്ത് കണ്ണോടിക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയുടെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കിയിരിക്കുന്ന ശിഷ്യഗണത്തെയാണ്. കാരണം ഈശോ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല. ഈശോയോട് പറയുന്നുണ്ട്, അല്പസമയം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, എന്നാൽ അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിലൊരു ടോട്ടൽ കൺഫ്യൂഷനിലേക്ക് കൂപ്പുകുത്തുന്ന ശിഷ്യഗണത്തെയാണ് നമ്മൾ കാണുക. ഈശോയും മനസ്സിലാക്കുന്നുണ്ട് ശിഷ്യഗണത്തിനൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഈശോ കുറച്ചും കൂടിയും വിവരിച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക്. ഈശോ പറയുന്നുണ്ട് അവരോട്, നിങ്ങൾ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ മനസ്സിനോ ഹൃദയത്തിനോ ഒരു തുറവി സംഭവിക്കുന്നില്ല അവിടെ. ഈശോ പറഞ്ഞു വയ്ക്കുക ഈശോയുടെ കുരിശുമരണത്തെയും തുടർന്ന് 3-ാം ദിനം ഉണ്ടാകുന്ന ഉദ്ധാനത്തെക്കുറിച്ചൊക്കെയാണ്. ഈശോയുടെ കുരിശുമരണം അപ്രതീക്ഷിതമായിട്ട് ശിഷ്യഗണത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കൂരിട്ടാണെങ്കിൽ 3-ാം പക്കം ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു മിന്നലൊളി പോലെ ഈശോ വെളിച്ചം വീശിക്കൊണ്ട് ആ കൂരിട്ടിനേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈശോ അവരിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു കൊടുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ സങ്കടമൊക്കെ സന്തോഷമാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ ആ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം എത്തുന്നത് പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്ന് തുടർന്ന് അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോയിട്ട് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോഴൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുറിക്കുന്നത് വളരുവാനാണ്, വെട്ടുന്നത് തളിർക്കുവാനും. ജീവിതത്തിൽ വിളങ്ങണമെങ്കിൽ വേദനിക്കേണ്ടി വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്രിസ്തുവിന് ദൈവം നൽകിയ ആ മുറിപ്പാട് ക്രിസ്തു ഒരു അന്നമായിട്ട് കണ്ടുകൊണ്ട് ആ കുരിശിനെ അവൻ പുലുകിയതും തുടർന്ന് ലോകം കണ്ട ഏറ്റവും വലിയൊരു മുത്തായിട്ട് അവൻ മാറിയതൊക്കെ. യെരമ്യായുടെ പുസ്തകം 29-11 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് വ്യക്തമായൊരു ഭാവിയും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. തിരുവചനം നമുക്കിങ്ങനെ മനസ്സിലാക്കാം, കാലങ്ങളോ ഋതുപകർച്ചകളോ പോലെയാണെന്ന്. കാരണം ഏപ്രിൽ മാസം വെയിലിനാൽ പൊള്ളുമ്പോൾ മെയ് മാസത്തിൽ മാത്രം വിടരുന്ന ചില പൂക്കളുടെ സുഗന്ധമൊക്കെ ആയിട്ട് മെയ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ജൂൺ തൊട്ട് അങ്ങോട്ട് ദൈവം നിലയ്ക്കാത്ത വെള്ളി നൂല് കൊണ്ട് ഈ ലോകത്തെ തൊടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ഇതുപോലെയുള്ള കാലങ്ങളോ അല്ലെങ്കിൽ ഋതുപകർച്ചകളോ പോലെയാണ്. നമ്മുടെ ജീവിതങ്ങളിലും സന്തോഷവും ദുഃഖവും ആനന്ദവും സഹനമൊക്കെയും കടന്നു വരുന്നുണ്ട്. പക്ഷേങ്കിലും ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നു എന്നൊരു വലിയൊരു അത്ഭുതം അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതയുണ്ട്. 99 മരുഭൂമിയിൽ വിട്ട് ഒന്നിൻ്റെ പിന്നാലെ പോയവനാണ് നമ്മുടെ ഇടയൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും അവൻ നഷ്ടപ്പെടുവാനായിട്ട് അനുവദിക്കുന്നില്ല. ക്രിസ്തുവിന് നൽകുന്നതൊന്നും തന്നെ അവൻ നഷ്ടപ്പെടുവാനായിട്ട് അനുവദിക്കുന്നില്ല. ക്രിസ്തു എപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്നു എന്ന ആ തിരിച്ചറിവ് നമ്മുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ കൊടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ആനന്ദവും സന്തോഷവും ദുഃഖമൊക്കെയും വരും. കാലങ്ങൾ പോലെ അത് കടന്നു പോകും. ദൈവം കൃത്യമായിട്ട് ആവിഷ്കരിച്ച് ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പ്രദാനം ചെയ്യുമ്പോൾ അവൻ നമ്മളെ അതിലൂടെ അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജീവിതമാകുന്ന കുരിശ് എടുത്തുകൊണ്ട് ആ ക്രൂശിൻ്റെ പിന്നാലെ നമുക്ക് അവനെ അനുഗമിക്കാം. 3-ാം പക്കം ഉയർത്തെഴുന്നേറ്റ അവനിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന് നമ്മുടെ ജീവിതങ്ങളിൽ ഏത് നിമിഷവും സന്തോഷം ദുഃഖമാക്കിയും അതുപോലെ തന്നെ ദുഃഖം സന്തോഷമാക്കി മാറ്റുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അവന് സമർപ്പിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തുവിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മൾ അവിടുത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും നന്മയായിട്ട് പരിണമിപ്പിക്കാനായിട്ട് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹിതത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടു നൽകാം. നമ്മളെല്ലാവരെയും അത്യുന്നതനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.